ഹായ് ഹലോ കുക്കു മിന്നു മൈ പെറ്റ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന ടോപ്പിക്ക് കഴിഞ്ഞ ദിവസം പറഞ്ഞ നമ്മുടെ കൊളോൺ ക്യാൻസറിൻ്റെ അതേ ചർച്ചാ വിഷയമായ അതിനോടനുബന്ധിച്ച് വന്ന ഒരു തെറാപ്പിയെക്കുറിച്ചാണ്. ബാക്കി എല്ലാ തെറാപ്പികളെക്കുറിച്ചും എല്ലാവരും കേട്ടിട്ടുണ്ട് അല്ലേ, പൊതുവെ കേട്ടിട്ടുണ്ട്. അത്ര സുപരിചിതമാകാത്ത, ആരും പറഞ്ഞ് കേൾക്കാത്ത ഒരു ട്രീറ്റ്മെൻറ്റായിരുന്നു പ്രോട്ടോൺ ട്രീറ്റ്മെൻറ്റ് അല്ലേ. അതിനെക്കുറിച്ചാണ് എനിക്കറിയാവുന്ന രീതിയിൽ രണ്ടുപേർക്ക് സാധാരണ വീട്ടമ്മമാർക്ക് വേണ്ടിയിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. പ്രോട്ടോൺ തെറാപ്പി എന്ന് പറഞ്ഞാൽ നമ്മുടെ കീമോതെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി അതുപോലെ തന്നെ ഒരു തെറാപ്പിയാണ് പ്രോട്ടോൺ തെറാപ്പി. പക്ഷേ ബാക്കി എല്ലാ റേഡിയേഷൻ ട്രീറ്റ്മെൻറ്റിനേക്കാളും ഫാർ ബെറ്ററാണ് പ്രോട്ടോൺ തെറാപ്പി. പ്രോട്ടോൺ തെറാപ്പിന് പറഞ്ഞാൽ, ഒറ്റ വാക്കി പറഞ്ഞാൽ, ക്യാൻസറിൻ്റെ ട്യൂമറിനെ ഇത്ര ട്യൂമർ ട്രീറ്റ്മെൻറ്റിന് ഇത്രയും ഹൈലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള റെക്കമെൻഡുമായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് പ്രോട്ടോൺ ട്രീറ്റ്മെൻറ്റ്. ഇതിൻ്റെ രണ്ട് പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇതിന് വളരെ കുറച്ച് ടൈമിനുള്ളിൽ ഈ ട്രീറ്റ്മെൻറ്റ് നമുക്ക് തീരുന്നതാണ്. കുറേ മിനിറ്റുകൾ മാത്രം മതി ഈ ട്രീറ്റ്മെൻറ്റിന്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇതൊരു വേദനാരഹിതമായ ട്രീറ്റ്മെൻറ്റാണ്. ഇതാണ് ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത. പക്ഷേ ഇത് ഈ ട്രീറ്റ്മെൻറ്റ് 20 മിനിറ്റും കുറച്ച് മിനിറ്റുകളെ ഉള്ളെങ്കിലും ഇതിന് തയ്യാറെടുക്കുന്നത് ആഴ്ചകളോളം വേണ്ടി വരും. ഇതിൻ്റെ തയ്യാറെടുപ്പിന് ഈ പ്രോട്ടോൺ തെറാപ്പി മറ്റെല്ലാ തെറാപ്പികളെക്കാട്ടിലും പ്രോട്ടോൺ തെറാപ്പിയിൽ നമ്മുടെ ട്യൂമറിനെ ലക്ഷ്യം വെച്ച് ഫോക്കസ് ചെയ്ത് ഉള്ള എനർജി മൊത്തം ട്യൂമറിലേക്ക് ചെന്നിട്ട് അതിനെ നശിപ്പിച്ച് കളയുകയും അതോടൊപ്പം തന്നെ അതിന് ചുറ്റുമുള്ള നല്ല കോശങ്ങളെ വലിയ കേടുപാടുകളില്ലാതെയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു വലിയ പ്രത്യേകതയാണ് നമ്മുടെ പ്രോട്ടോൺ തെറാപ്പിക്കുള്ളത്. പിന്നെയെന്ന് പറഞ്ഞാൽ, പ്രോട്ടോൺ തെറാപ്പിക്ക് നമ്മൾ പ്രോട്ടോൺ ബീം തെറാപ്പി എന്നും 2 പേരുണ്ട്. ഇത് സെയിം, അത് പേര് ഇങ്ങനെ പറയുന്നെങ്കിലും ഈ ബീം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രോട്ടോൺ തെറാപ്പിയുടെ ഫുള്ള് ശക്തി, എനർജി മൊത്തം നമ്മുടെ ട്യൂമറിനെ ലക്ഷ്യം ചെയ്താണിരിക്കുന്നത്. ട്യൂമറിനെ ലക്ഷ്യം ചെയ്ത് അതിനെ ഉന്മൂലനം, അതായത് നശിപ്പിച്ച് കളയാനും ഇതിന് കഴിയും. അതുപോലെ തന്നെ മറ്റെല്ലാ തെറാപ്പികളെക്കാട്ടിലും ഇതിന് ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞാൽ, നമ്മുടെ ട്യൂമറിൻ്റെ വലിപ്പവും ഘടനയും ഒരു ഡോക്ടറിനെ ഫോക്കസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത് കൂടിയാണ് ഈ പ്രോട്ടോൺ തെറാപ്പി. ഇതിൻ്റെ ഏറ്റവും ഗുണമെന്ന് പറയുന്നത് ഇത് തന്നെയാണ്. കാരണം നമ്മുടെ നല്ല കോശങ്ങളെ സംരക്ഷിക്കുകയും മോശമായതിനെ നശിപ്പിച്ച് കളയുകയും ചെയ്യുന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം. പിന്നെ ഇത് എല്ലാത്തിനും ഉള്ള പോലെ തന്നെ കുറച്ച് സൈഡ് എഫക്റ്റുകൾ എല്ലാ തെറാപ്പികൾക്കും ഉള്ളതുപോലെ തന്നെ ഇതിനും ഉണ്ട്. പക്ഷേ അത്രത്തോളം വലിയ സൈഡ് എഫക്റ്റ് അല്ലാതെ മാത്രം. ഇത് ട്രീറ്റ്മെൻറ്റ് ഒരു മിനിറ്റുകൾക്ക് കൊണ്ട് ട്രീറ്റ്മെൻറ്റ് എടുത്താൽ ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് തിരിച്ച് വീട്ടിൽ പോവുകയും സാധാരണ ദിനചര്യകളിൽ ഏർപ്പെടുകയും ചെയ്യാൻ പറ്റുന്നൊരു ട്രീറ്റ്മെൻറ്റാണ്. പിന്നെ ഇത് കുറേ ആഴ്ചകൾ ഇതിൻ്റെ തയ്യാറെടുപ്പ്, അത് ഭയങ്കര ഒരു ഡോക്ടർമാർ, ഓങ്കോളജിസ്റ്റ്, നേഴ്സുമാർ, സോഷ്യൽ വർക്കർ, റേഡിയേഷൻ തെറാപ്പിസ്റ്റുകൾ എല്ലാവരുടെയും ഒരു കൂട്ടായ ഒരു ആഴ്ചകളോളം
തയ്യാറെടുപ്പുകളോട് കൂടിയായിട്ടാണ് ഒരു പ്രോട്ടോൺ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. ഇത് പ്രോട്ടോൺ ട്രീറ്റ്മെൻറ്റ് സാധാരണ ക്യാൻസർ ട്യൂമറുകൾക്ക് നശിപ്പിക്കാൻ മാത്രമല്ല, മറ്റുള്ള ട്യൂമറുകളെയും നശിപ്പിക്കാൻ വേണ്ടി പ്രോട്ടോൺ തെറാപ്പി ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഈ പ്രോട്ടോൺ തെറാപ്പി എല്ലാ ക്യാൻസറിനും പറ്റുമെന്ന് തോന്നുന്നില്ല. കുറച്ച് നമ്മുടെ ഹെഡ് ആൻഡ് നെക്ക്, പിന്നെ ഗൈനക്കോളജിക്കൽ ക്യാൻസർ, റെക്ടൽ ക്യാൻസർ, പാങ്ക്രിയാസ് ക്യാൻസർ. പിന്നെ ഇതിൻ്റെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾക്ക് ഈ നട്ടെല്ലിലുണ്ടാകുന്ന ക്യാൻസർ ഉണ്ടല്ലോ, അതിന് സാധാരണ മറ്റേത് റേഡിയേഷൻ ട്രീറ്റ്മെൻറ്റ് എടുത്താലും നമ്മുടെ ലങ്സ്, ഹാർട്ട്, നമുക്ക് എല്ലാത്തിനും എന്തെങ്കിലും ഒരു റേഡിയേഷൻ ബാധിക്കും. അതേസമയം പ്രോട്ടോൺ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഹാർട്ടും ലങ്സിലും റേഡിയേഷൻ ബാധിക്കാതെ ഇരിക്കും. ഇതിൻ്റെ ഏറ്റവും പിന്നൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അവൈലബിലിറ്റി, പിന്നെ ഇതിൻ്റെ കോസ്റ്റ്. ഇത് ഭയങ്കരമാണ് കോസ്റ്റ്. കാരണം അത്രയും മെഷീനറി അതിനൊക്കെ ഭയങ്കര കോസ്റ്റാണ്. ക്രോസ് വിലയുള്ള ഇതിൻ്റെ മെഷീനറിക്ക്. ക്രോസിന് മേലെയാണെന്നാണ് പറയുന്നത്. 1 crore 2 crore ഒന്നും അല്ല, അതിൽ മേലെയാണ്. ഒരു 400-നൊക്കെ മേലെയാണെന്നാണ് പറയുന്നത്. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഇത്രയും കോസ്റ്റ് വരുന്നത്. അതിൻ്റെ കോസ്റ്റ്. പിന്നെ നമുക്ക് ഇന്ത്യയിൽ തന്നെ 2 ഇടത്തേ ഉള്ളൂ ഇതിൻ്റെ പ്രോട്ടോൺ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ഹോസ്പിറ്റൽ. ചെന്നൈ അപ്പോളോ ഹോസ്പിറ്റൽ, പിന്നെ ബോംബെ ടാറ്റ മെഡിക്കൽ, അങ്ങനെ 2 ഹോസ്പിറ്റലേ ഉള്ളൂ താനും. ഇതൊക്കെയാണ് പ്രോട്ടോൺ ട്രീറ്റ്മെൻറ്റിൻ്റെ കുറിച്ച് പറയാൻ എനിക്കുള്ളത്. എടുത്തു പറയാൻ ഇതിൻ്റെ കഴിവെന്ന് പറഞ്ഞാൽ, നമ്മൾ സൈഡ് എഫക്റ്റ് കുറവാണ്. പിന്നെ നമ്മുടെ നല്ല കോശങ്ങളെ സംരക്ഷിച്ചിട്ട് മോശമായതിനെ പാടെ നശിപ്പിച്ച് കളയാൻ. കാരണം അതാണ് അവർ പറയുന്നത്, ഇപ്പോൾ ഉള്ള എല്ലാ തെറാപ്പികളെക്കാട്ടിലും ഹൈലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, റെക്കമെൻഡ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് പ്രോട്ടോൺ തെറാപ്പി. ഇതാണ് എനിക്ക് പ്രോട്ടോൺ തെറാപ്പിയെക്കുറിച്ച് പറയാനുള്ളത്. നിങ്ങളെൻ്റെ വീഡിയോ കാണണം, എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തണം. സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാവരും കാണുന്നുണ്ട്, പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുന്നതാണോ, ടോപ്പിക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണോ എൻ്റെ വീഡിയോ? ഞാൻ കുറച്ച് പരിമിതികളുണ്ട്, അതിനുള്ളിൽ നിന്നാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത്. നല്ല സബ്ജക്റ്റുമായിട്ട് വരാം. നിങ്ങളെൻ്റെ വിഷയം അല്ലെ ഈ സബ്ജക്റ്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും കാണണം. ഞാനിത് ഉദ്ദേശിച്ചത് വലിയ ആനുകാലികമായിട്ട് പറയാനൊന്നും എനിക്കറിയത്തില്ല. അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ എന്നെ പോലുള്ള വീട്ടമ്മമാർക്കും സാധാരണ ജനങ്ങൾക്ക് എന്താണ് പ്രോട്ടോൺ തെറാപ്പി, കാരണം നമ്മളിതെല്ലാം അറിഞ്ഞിരിക്കണം. കാരണം ക്യാൻസർ എന്ന് പറയുന്നത് ഇപ്പം സത്യത്തിൽ നമുക്കൊരു പനി വരുന്ന പോലത്തെ അവസ്ഥയായി. അതുപോലെ എല്ലായിടത്തും പകർന്ന് എല്ലാവർക്കും ഉണ്ട്. പനി, ഷുഗർ പോലെ അതിലൊരു ഇതായിട്ടിപ്പോൾ ആ ഗണത്തിലോട്ടിപ്പോൾ മാറിക്കൊണ്ടിരിക്കുക. കാരണം 100 പേരെടുത്താൽ അതിൽ ഒരു 50 പേർക്കെങ്കിലും ക്യാൻസർ കാണുമെന്നുള്ളൊരു പേടി ആ രീതിയിലോട്ട് വരുവാണ്. അപ്പം നമ്മൾ ഓരോ കാര്യങ്ങൾ അറിയണം. അതിനെക്കുറിച്ചുള്ള കാര്യം ഒരു ഡോക്ടർ പറഞ്ഞാലും നമുക്ക് പേടിക്കണ്ട. നമുക്കറിയാലോ ഒരു ഡോക്ടറിന് എത്രത്തോളം വിവരിച്ച് തരാൻ പറ്റും. നമുക്ക് തന്നെ ഒരു ഡോക്ടറിനോട് ഡൗട്ട് ചോദിക്കുമ്പോൾ പേടിയാണ്. അങ്ങനെയുള്ള ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. പിന്നെ ഡോക്ടറിൻ്റെ സമയപരിധി കാരണം ചിലപ്പോൾ എക്സ്പ്ലനേഷൻ ചെയ്ത് തരാൻ പറ്റാത്തത് കാരണം അവർ വലിയ ജാടയെടുത്തിട്ടൊന്നും അല്ല, പക്ഷെ അവർക്ക് പറഞ്ഞു തരാനുള്ള ടൈം കാരണം ഒക്കെ ആയിരിക്കും. പിന്നെ ഒരു സാധാരണക്കാർക്ക് അത് എത്രത്തോളം മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞാലല്ലേ ഒരു സാധാരണക്കാർക്ക് മനസ്സിലാവുകയുള്ളൂ. ഇപ്പോൾ പ്രോട്ടോൺ തെറാപ്പി, കീമോതെറാപ്പി തുടങ്ങിയാൽ അവർക്ക് തുടങ്ങിയ എൻ്റെ ഫ്രണ്ട്സിന് തുടങ്ങിയ
അല്ല ആരെങ്കിലും ഇത് ക്യാൻസറാണെന്ന് അറിഞ്ഞു ഡോക്ടർ പറയുക കീമോ സ്റ്റാർട്ട് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ സങ്കടപ്പെട്ടിരുന്നിട്ടോ പേടിച്ചിരുന്നിട്ടോ കാര്യമില്ല. നെക്സ്റ്റ് സ്റ്റെപ്പ് വെക്കാൻ പറ്റുമെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ വെക്കുക ധൈര്യപൂർവ്വം. പറഞ്ഞതുപോലെ ഈ സമയവും കടന്നു പോകും, നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും. അപ്പോൾ അങ്ങനെ ഒരു തെറാപ്പി, ഏതെങ്കിലും ഒരു തെറാപ്പി അല്ലെങ്കിൽ ഒരു റേഡിയേഷൻ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് പറയുമ്പം നമ്മൾ പേടിക്കാതെ അപ്പോൾ ഓർക്കണം, നമ്മൾ യൂട്യൂബിൽ അന്ന് ഇവർ പറയുന്ന കേട്ട് അങ്ങനെ അതിനെക്കുറിച്ചൊരു പേടിയില്ലാതെ പോകാൻ വേണ്ടിയിട്ടാണ് ഞാനിത് എനിക്കറിയാവുന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് കാര്യങ്ങൾ വന്ന് പ്രോട്ടോൺ തെറാപ്പിയെക്കുറിച്ച് പറഞ്ഞത്. ഇനി അടുത്ത വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ. സബ്സ്ക്രൈബ് ചെയ്യണേ, മറക്കല്ലേ.